CBC 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. കാരണം ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് ചെയ്ത് വരുമ്പോൾ സ്റ്റെപ്പുകൾ കുറച്ച് വലുതും കാര്യങ്ങളായിട്ടൊക്കെ പോകുമെങ്കിലും ഉത്തരം സിമ്പിളിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് MCQയിലും പ്രതീക്ഷിക്കാം. MCQ മീൻസ് എന്താണ്, കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് MCQ ആയിട്ടും പ്രതീക്ഷിക്കാം. അതല്ലാതെ ബോർഡ് എക്സാമിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് ചോദ്യമാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻ്റഗ്രേഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഇന്റഗ്രൽ എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് വെട്ടിക്കളയാനോ ഒന്നും പറ്റത്തില്ല അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഇതിനെ നമുക്ക് 1 പ്ലസ് കോസ് എക്സ് ആണ്. സോ ഇതിനെ നമുക്ക് ഒറ്റ ടേമിലോട്ട് മാറ്റാൻ വേണ്ടി കോസ് എക്സിന് എന്തിലോട്ട് മാറ്റാം, കോസ് സ്ക്വയറിലോട്ട് മാറ്റാം. ഓക്കെ, കോസ് 2x ആണെങ്കിൽ നമുക്കറിയാം കോസ് 2 തീറ്റ ആണെങ്കിൽ നോക്കിക്കണം മക്കളെ, കോസ് 2 തീറ്റ ആണെങ്കിൽ അതെന്ത് വരും, കോസ് സ്ക്വയർ തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കിതിനെ ഇതിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ -1 ഉം +1 കൂടെ വെട്ടിപ്പോകും. അപ്പോൾ ഒറ്റ ടേമിലോട്ട് ഡിനോമിനേറ്റർ മാറും. ഓക്കെ, ഇനി ന്യൂമറേറ്ററിലാണെങ്കിലോ നോക്കിക്കേ, സൈൻ എക്സ് ഉണ്ട്. നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി സൈൻ എക്സിനെ നമുക്ക് എന്ത് മാറ്റാം, സൈൻ 2 തീറ്റയുടെ എക്സ്പാൻഷൻ നോക്കിക്കേ മക്കളെ. സൈൻ 2 തീറ്റയുടെ എക്സ്പാൻഷൻ എന്താ വരുന്നത്, 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ആ ഒരു മോഡലിലോട്ട് മാറ്റിയ സൈൻ എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റാം, 2 സൈൻ x/2 കോസ് x/2. അപ്പോൾ ആ കോസ് x/2ഉം നമ്മൾ ഇത് ചെയ്യുമ്പോൾ വരുന്ന കോസ് x/2ഉം കൂടെ വെട്ടിപ്പോവാം. അപ്പോൾ ഇതിനെയും നമ്മൾ ഇതിലേക്ക് മാറ്റുക, അതാണ് ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നുണ്ട് നോക്കാം. സോ ഇൻ്റഗ്രൽ ഓക്കെ എക്സ് പ്ലസ്, സോ നമുക്കിത് i = എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, സം ഇൻ്റഗ്രേഷൻ i ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് പ്ലസ് എന്ത് വരും, സൈൻ എക്സിന് നമുക്ക് സൈൻ 2 തീറ്റയുടെ മോഡൽ. അപ്പോൾ 2 തീറ്റയാണ് എക്സ്, അപ്പോൾ തീറ്റാൻ്റെ സ്ഥാനത്ത് എന്ത് വരണം, x/2. സോ എക്സ് പ്ലസ് 2 സൈൻ x/2 കോസ് x/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ്, ഓക്കെ ഇവിടെ കോസ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ 2 തീറ്റയുടെ സ്ഥാനത്താണ് എക്സ്. സോ തീറ്റയുടെ സ്ഥാനത്ത് x/2 വരണം, 2 കോസ് സ്ക്വയർ x/2 മൈനസ് 1. സോ +1 ഉം -1 ഉം വെട്ടിപ്പോകും. ഓക്കെ, ഇവിടെ +1 ഉം -1 ഉം വെട്ടിപ്പോകും. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാൾക്കായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്ത് വരും, ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഓക്കെ ബൈ 2 കോസ് സ്ക്വയർ x/2 dx പ്ലസ് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാൾക്കാർക്കും കൊടുക്കുകയാണ്, ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇൻ്റഗ്രൽ 2 സൈൻ x/2 കോസ് x/2 ബൈ 2 കോസ് സ്ക്വയർ x/2നെ എങ്ങനെ എഴുതാം, കോസ് x/2 ഇൻറ്റു കോസ് x/2. സോ കോസ് x/2 കോസ് x/2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എന്തൊക്കെ വെട്ടിപ്പോകും മക്കളെ, ഇവിടെ നമുക്ക് ഇതിനെ അപ്പോൾ i = എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 1/2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ 1/2 ഇൻ്റഗ്രൽ എക്സ് ബൈ കോസ് സ്ക്വയർ x/2നെ എക്സ് സീക്ക് സ്ക്വയർ x/2 എന്ന് എഴുതാം. 1 കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, സീക്ക് എക്സ് ആണ്. സോ 1 കോസ് സ്ക്വയർ x/2 എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ x/2 ആണ് dx പ്ലസ്, സോ ഇവിടെ നമുക്ക് എന്തൊക്കെ വെട്ടിപ്പോകും, 2 ഉം 2 ഉം വെട്ടിപ്പോകും, കോസ് x/2 ഉം കോസ് x/2 ഉം വെട്ടിപ്പോകും. സോ എന്താ കിട്ടുന്നത് മക്കളെ, ഇൻ്റഗ്രൽ സൈൻ x/2 ബൈ കോസ് x/2 അഥവാ ഇൻ്റഗ്രൽ ടാൻ x/2 dx. ഓക്കെ, സോ ഈ ഒരു മോഡലിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമുക്ക് എന്തെടുക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാം. സോ ആദ്യത്തെ ഈ ഒരു ഭാഗം മാത്രം എടുത്തുകയാണ്, ഇൻ്റഗ്രൽ എക്സ് സീക്ക് സ്ക്വയർ x/2 dx നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ്റഗ്രൽ എക്സ് സീക്ക് സ്ക്വയർ x/2 dx നമുക്ക് അതാണ് ചെയ്തു നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് നമുക്കറിയാം എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ ഒരു മോഡലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആൾ അഥവാ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആൾക്ക് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ആണ് എന്തെന്ന് പറയുന്നത് മക്കളെ, ഐലേറ്റ്. ഓർഡർ ആണ് എന്തെന്ന് പറയുന്നത്, ഐലേറ്റ്. ഓക്കെ, ഐ എന്തിനെ സൂചിപ്പിക്കുന്നു, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയെ സൂചിപ്പിക്കുന്നു.
ഓക്കെ, അടുത്ത് എൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ലോഗരിതമിക് ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. എ എന്തിനെ സൂചിപ്പിക്കുന്നു? ആൽജിബ്രായിക് എക്സ്പ്രഷനെ സൂചിപ്പിക്കുന്നു, അഥവാ പോളിനോമിയൽ ഫംഗ്ഷൻസ് പോലുള്ളതിനെ സൂചിപ്പിക്കുന്നു. ടി എന്തിനെ സൂചിപ്പിക്കുന്നു? ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. ഇ എന്തിനെ സൂചിപ്പിക്കുന്നു? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. ഇതിൽ നമുക്കറിയാം ട്രിഗണോമെട്രിയോ എക്സ്പോണൻഷ്യലോ വന്നാലും ഡെറിവേറ്റീവ് എടുത്താൽ വീണ്ടും ട്രിഗണോമെട്രിയുടെ ഡെറിവേറ്റീവ് എടുത്താൽ വീണ്ടും ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ കിട്ടുള്ളൂ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ വീണ്ടും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കിട്ടത്തുള്ളൂ. സോ അത് ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഡെറിവേറ്റീവ് എടുത്താൽ. സോ നമുക്കിവിടെ അത് ഒന്നും ഒഴിവാക്കി കളയാൻ പറ്റത്തില്ല. അതേസമയം ഇൻവേഴ്സോ ലോഗോ ആൽജിബ്രായിക് എക്സ്പ്രഷനോ ആണെങ്കിൽ നമുക്കറിയാം അത് ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. സോ അതാണ് നമ്മൾ എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആളെ എടുക്കുമ്പോൾ ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. ഐ ലേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേടാ മക്കളെ, ഇത് എക്സ് എന്ന് പറയുന്നത് ആൽജിബ്രായിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആൽജിബ്രായിക് ഫംഗ്ഷൻ. സോ അതല്ലേ ആദ്യം എടുക്കേണ്ടത്. ഫസ്റ്റ് വരുന്നത് നോക്കിക്കേ, രണ്ടാമത്തെ സീക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്, അത് രണ്ടാമതാ വരുന്നേ. ഓക്കെ, ഇത് ഫസ്റ്റ് വന്നിട്ടാണ് ഇത് സെക്കൻഡ് വരുന്നത്. സോ ആദ്യത്തെ ഫംഗ്ഷൻ ഏതെടുക്കണം? എക്സ് തന്നെ എടുക്കുക. എക്സ് ആണ് അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ. സീക്സ് സ്ക്വയർ എക്സ് ബൈ 2 ആണ് എന്ത് മക്കളെ? സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ബൈ പാർട്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. സോ എങ്ങനെ വരും മക്കളെ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഓക്കെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. സോ സീക്സ് സ്ക്വയർ എക്സ് ബൈ 2 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ത് വരും? 1 വരും. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 1 ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സീക്സ് സ്ക്വയർ എക്സ് ബൈ 2 dx. ഇനി എന്തുണ്ട് മക്കളെ? ഹോൾ dx കൂടെ ഉണ്ട്. ഓക്കെ, ഇതൊരു മോഡലിലാണ് വരുന്നത്. അപ്പൊ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് ബൈ 2 കണ്ടുപിടിക്കണം. നമുക്കറിയാം സീക്സ് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ടാൻ എക്സ് ആണ്. ഓക്കെ, ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് നോക്കിയ മക്കളെ, ഇന്റഗ്രൽ നമുക്കറിയാം ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ്. ഓക്കെ, സീക്സ് സ്ക്വയർ എക്സ് എന്താണ്? ടാൻ എക്സ് ആണ്. ഡി എക്സ് ഉണ്ട്. ഓക്കെ, ടാൻ എക്സ് പ്ലസ് സി ആണ് വരുന്നത്. സോ ടാൻ എക്സ് ആണ് അവിടെ വരുന്നത്. സീക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ടാൻ എക്സ് ആണ്. സോ സീക്സ് സ്ക്വയർ എക്സ് ബൈ 2ന്റെ ഇന്റഗ്രൽ എന്ത് വരും? ടാൻ എക്സ് ബൈ 2. അടുത്ത് അകത്തുള്ളതിന്റെ ഡെറിവേറ്റീവ് ഒരു കോൺസ്റ്റന്റ് ആണ് വരുന്നത്, 1/2 ആണ് വരുന്നത്. സോ അകത്തുള്ളതിന്റെ ഡെറിവേറ്റീവ് ഒരു കോൺസ്റ്റന്റ് ആണ് വരുന്നെങ്കിൽ ബൈ ആ ഡെറിവേറ്റീവ് അങ്ങ് ചെയ്തു വെച്ചാൽ മതി. ഓക്കെ, കാരണം ഡെറിവേറ്റീവ് നമ്മൾ കോമ്പോസിഷൻ ഫംഗ്ഷനിൽ എടുക്കുമ്പോൾ അകത്തുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. സോ അകത്തുള്ള കോൺസ്റ്റന്റ് ആണ് വരുന്നതെങ്കിൽ ആ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇന്റഗ്രൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ തിരിച്ചു വരാനായിട്ട് കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാനും പോകുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുന്നത്. ഓക്കെ, സീക്സ് സ്ക്വയർ എക്സ് ബൈ 2ന്റെ ഇന്റഗ്രൽ എന്ത് വരും? ടാൻ എക്സ് ബൈ 2 വരും. ഡി എക്സ് ഉണ്ട്. ഓക്കെ, ടാൻ എക്സ് ബൈ 2 ഉണ്ട്. ബൈ എന്ത് വരും മക്കളെ? അകത്തുള്ളത് എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2. സോ ഈ 1/2 നേരെ മുകളിലോട്ട് കയറി വരും. സോ ഈ 1/2 എന്ത് ചെയ്യും മക്കളെ? നേരെ മുകളിൽ കയറി വന്ന് 2 ആകും. ഓക്കെ, സോ അപ്പൊ നമുക്കിത് എങ്ങനെ വരും? എക്സ് ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? 2 ടാൻ എക്സ് ബൈ 2 ആണ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഈ ഇന്റഗ്രൽ ആണ് എഴുതുന്നത് മക്കളെ. അകത്തുള്ളതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? ടാൻ 2 ടാൻ. സോ ഇവിടെ 2 എഴുതാം. ടാൻ എക്സ് ബൈ 2 dx എന്ന് വരും. ഓക്കെ, ഈ അകത്തുള്ളതിന്റെ ഇന്റഗ്രലാണ് 2 ടാൻ എക്സ് ബൈ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഫംഗ്ഷന്റെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറഞ്ഞ മക്കളെ, ഐ നമുക്കറിയാം. ഐ നമുക്ക് നോക്കിക്കേ 1/2 ഇൻറ്റു ഈ ഫംഗ്ഷൻ ആണ് വരേണ്ടത്. സോ അതെങ്ങനെ വരും മക്കളെ? 1/2 ഇൻറ്റു ദ ഹോൾ എടുത്തിട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2x ടാൻ എക്സ് ബൈ 2 ഓക്കെ മൈനസ് 2 ഇന്റഗ്രൽ ടാൻ എക്സ് ബൈ 2 dx. കഴിഞ്ഞോ മക്കളെ? ഈ 1/2 ഇൻറ്റു നോക്കിക്കേ 1/2 ഇൻറ്റു ഇത് പ്ലസ് ഇതും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നിന്നാണ് നമുക്ക് ഇത് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, പ്ലസ് എന്തുണ്ട് മക്കളെ? ഇന്റഗ്രൽ ടാൻ എക്സ് ബൈ 2 dx അതും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഈ 1/2 അകത്തോട്ട് എടുക്കാം. 1/2 അകത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? പ്ലസ് സിയും കൂടെ വരും കേട്ടോ. അത് നമുക്ക് ലാസ്റ്റിലോട്ട് അങ്ങ് പ്ലസ് സി അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, കാരണം നമ്മൾ ഇന്റഗ്രേഷൻ എടുത്ത് വരുമ്പോൾ ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റും കൂടെ വരും. ഓക്കെ, അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് അത് എഴുതാം. ഇവിടെ വെച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഈ 1/2 ഇതിന്റെ അകത്ത് 1/2 ആർക്കൊക്കെയാ? എവനും ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അതിന്റെ അകത്തേക്ക് എടുക്കുമ്പോൾ ഇവിടുത്തെ 2 ക്യാൻസൽ ആയിപ്പോട്ട് എക്സ് ടാൻ എക്സ് ബൈ 2 വരും. ഓക്കെ, ഇവിടെയും 2 ക്യാൻസൽ ആയിപ്പോട്ട് മൈനസ് ഇന്റഗ്രൽ ടാൻ
x/2 dx വരും പ്ലസ് ഇവിടെ എന്തുണ്ട് ഇന്റഗ്രൽ ടാൻ x/2 dx. ഇവിടെ നോക്കിക്കേ മക്കളെ എന്തൊക്കെ സെയിം ഉണ്ട് മൈനസ് ഇന്റഗ്രൽ ടാൻ x/2 dx ഉണ്ട് പ്ലസ് ഇന്റഗ്രൽ ടാൻ x/2 dx ഉണ്ട് അതും വെട്ടിപ്പോകും. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ആൻസർ എന്താ കിട്ടുന്നത് ഈക്വൽ ടു എക്സ് ടാൻ x/2 ആണ് നമുക്ക് ഇന്റഗ്രൽ ആയിട്ട് കിട്ടുന്ന പ്ലസ് എന്തും കൂടെ ഇടുക മക്കളെ സിയും കൂടെ ഇടുക. കോൺസ്റ്റന്റ് ഒരു ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം കൂടെ ഒരു കോൺസ്റ്റന്റും കൂടെ വരാം. ഓക്കെ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ കോൺസ്റ്റന്റ് 0 ആയിട്ട് പോകും. സോ നമ്മളുടെ ചോദ്യം എന്താണ് ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെയാണ് കിട്ടിയ മക്കളെ എക്സ് ടാൻ x/2 പ്ലസ് സി ആണ് കിട്ടിയത്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താണ് ആദ്യം സൈൻ എക്സിനെയും കോസ് എക്സിനെയും നമ്മൾ എക്സ്പാൻഷൻ ചെയ്തു സ്ക്വയറിലേക്ക് എക്സ്പാൻഷൻ ചെയ്തു എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്തു ക്യാൻസൽ ചെയ്തു നമുക്ക് 2 ആൾക്കാരായിട്ട് കിട്ടി 2 ടേമുകളായിട്ട് കിട്ടി. ആ 2 ടേമുകളെയും സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, അതിൽ ആദ്യത്തെ ടേം നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിലേക്കാണ് ചെയ്തത്. സോ ബൈ പാർട്സിന്റെ ഫോം വെച്ച് നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് 2 tan x/2 മൈനസ് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ tan x/2 dx അതിൻ്റെ കൂടെ ഒരു 1/2 ഉണ്ടായിരുന്നു അത് അകത്തോട്ട് എടുത്തു. സോ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മളെ രണ്ടാമത്തെ ടേം തന്നെയായിരുന്നു. സോ അതും ക്യാൻസൽ ആയിപ്പോയി. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി എക്സ് ടാൻ x/2 പ്ലസ് സി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കണ്ടിന്യൂസ്ലി പരീക്ഷകൾക്കൊക്കെ ചോദിച്ച് കാണുന്ന ചോദ്യമാണ്. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്.